മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തീരാ നോവായി മുൻപിൽ നിൽക്കുമ്പോൾ ഓർമ്മകളിൽ വിതുമ്പുകയാണ് പുത്തുമല. കാർമേഘം മൂടിയിരുന്നു. വലിയ ശബ്ദം കേട്ട് ഓടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് രതീഷ്. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങൾക്ക് പുനരധിവാസത്തെ ചൊല്ലി വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഇപ്പോഴും ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു വിഭാഗമുണ്ട് പുത്തുമലയിൽ. സോണൽ കൃഷ്ണയുടെ റിപ്പോർട്ട്. 2019 പുത്തുമല ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല. നമുക്ക് പുറകിൽ കാണാം, ഈ കാണുന്നതെല്ലാം അതിൻ്റെ ശേഷിപ്പുകളാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് രതീഷ് ഏട്ടനാണ്. രതീഷ് ഏട്ടൻ അന്ന് ആ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. രതീഷ് ഏട്ടൻ അന്ന് എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഒരു 3-2:30 ഞങ്ങൾ പിറ്റേന്ന് പൊട്ടിപ്പോയ സമയത്ത് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ആ സമയത്ത് വന്നപ്പോൾ അവിടുന്ന് എല്ലാ ആൾക്കാരും പിറ്റേന്ന് രാവിലെ ബുധനാഴ്ച ചെറിയ പൊട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വ്യാഴാഴ്ചയാണ് 4 മണിക്കാണ് സംഭവം നടന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാ ആൾക്കാരും മേലെ കയറി അവിടുത്തെ ആൾക്കാരൊക്കെ മൊത്തം കൊണ്ടുവന്ന് സ്കൂളിലേക്ക് കൊണ്ടുവന്നു ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ കൊണ്ടാക്കി. കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ നിന്ന്. പാലത്തിന് സമീപം ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. കുത്തി ഒഴുക്ക്, നല്ല ഒഴുക്കാരണം. പാലത്തിന് മുട്ടിയ വെള്ളം മുട്ടിയില്ലാന്ന് അങ്ങനെ ഇരുന്നു. കുത്തി കറങ്ങിയത്. നമ്മളെ ഏലത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ നേരെ വന്ന് ഞങ്ങളിവിടെ പിന്നെ അത് കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഞങ്ങൾ നേരെ പിന്നെ മേലെ കയറി. പിന്നെ രണ്ടാമത് ഞങ്ങൾ താഴേക്കിറങ്ങി വന്ന് ഇവിടെ ഒരു ഗെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഗെയിൻറ്റിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ കുട്ടീൻ്റെ ആ കുട്ടി മരണപ്പെട്ടു. മറ്റേ 2 ആൾ രക്ഷപ്പെട്ടു. അത് നിങ്ങളവിടെ ആ ഭാഗത്തായിട്ടാണ് അന്നുണ്ടായിരുന്നത്? ഭാഗത്തായിരുന്നു ഉണ്ടായത്. ഞങ്ങൾ പിന്നെ മേലെ അപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. ആ സമയത്ത് ഭയങ്കര സൗണ്ട് ഓടിക്കൂടി പറഞ്ഞിട്ട് അങ്ങനെ ഓടി ഞങ്ങൾ മേലേക്ക് കയറിയാണ് ഉണ്ടായത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അന്ന് മുകളിലുള്ള വീടുകളൊക്കെ പോയില്ലേ? ആ മുകളിൽ മൊത്തം പോയി. എന്തായാലും അന്നാ ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. പക്ഷേ ഇവരെ എല്ലാവരും ഈ പ്രദേശത്തുള്ളവരാണ്. ഇവരൊക്കെ അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. അന്ന് ഭൂമി ഉൾപ്പെടെ പോയില്ലേ? എനിക്ക് 16 സെൻറ്റ് സ്ഥലം, ഞങ്ങൾ 12 ആക്കി സ്ഥലം കിട്ടാണ്ട് അവിടെ. എനിക്ക് 16 സെൻറ്റ് സ്ഥലം പോയി. 2019 ആഗസ്റ്റ് 8 വ്യാഴാഴ്ച പൊട്ടുന്നത്. ഞങ്ങൾക്കൊരു പുനരധിവാസം ഉണ്ടായിട്ടില്ല. സ്ഥലം കിട്ടിയില്ല. ഒരു ഗവൺമെൻറ് ഒരു ആനുകൂല്യം കിട്ടിയില്ല. ഒരുപാട് തവണ സമീപിച്ചിട്ടുണ്ട്. ജില്ലകളുടെ അടുത്തും വില്ലേജൊക്കെ നീതി ഇപ്പോൾ എടുത്തും കൊണ്ട് സ്ഥലത്ത് നീതി എടുക്കുന്നുണ്ട്. പുനരധിവാസമല്ല, സ്ഥലമില്ല. ഈ നിങ്ങൾ സമീപിക്കുന്നുണ്ടെങ്കിലും അവർ അന്ന് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും നടപ്പായിട്ടില്ല എന്നാണ് അല്ലേ? ഞങ്ങളിപ്പോഴും വീണ്ടും ഇവിടെ തന്നെ ഞങ്ങൾ ജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വീട് കെട്ടിയിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ്റോ എന്തെങ്കിലും സന്നദ്ധ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് മാറാൻ തയ്യാറാണ്. അപ്പോൾ അതിനുള്ളൊരു സജ്ജീകരണം ഉണ്ടാവണം. എന്തായാലും ചൂരൽമലയിലെ ഈ സംഭവം നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ പുത്തുമലയിലെ അപകടം. ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഈ അപകടം ബാധിച്ചവരുടെ നില അതീവ ദുഷ്കരമാണ്. സംവിധാനങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവരുടെ കാര്യത്തിലും എന്തെങ്കിലും കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രശോഭ് കുറ്റിയിലിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം, വയനാട്.